ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു വെറൈറ്റി ഫുഡ് റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്പ്രോട്ട്സ് ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ മുളപ്പിച്ച പയർ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡാണ്. ഇതൊരു സാലഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഈ പഞ്ചാമൃതമൊക്കെ ഉണ്ടാക്കുന്ന പോലെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളൊരു സംഭവമാണ് നമ്മുടെ സ്പ്രോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സീഡ്സ് എല്ലാം ഇതുപോലെ വയ്ക്കാം. കടല, ചെറുപയർ അങ്ങനത്തെ എല്ലാം നമുക്കിതുപോലെ മുളപ്പിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. അപ്പം ഞാൻ 2 കപ്പ് വെള്ളത്തിൽ ശർക്കര ഉരുക്കി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരിച്ച് ഒഴിച്ച ശർക്കരയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിയും അതുപോലെ തന്നെ നമ്മുടെ സ്പ്രോട്ട്സും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കഴുകി വൃത്തിയാക്കിയ സ്പ്രോട്ട്സാണിത്. അപ്പോൾ ഇതെപ്പോഴും ക്ലീൻ ചെയ്ത് വേണം ഇടാൻ. നമ്മൾ ഈ സ്പ്രോട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരും ഡയറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ പച്ചയ്ക്ക് കഴിക്കാറുണ്ട് വേവിക്കാതെ. അപ്പോൾ ഇത് വേവിക്കാതെ സ്പ്രോട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ പല ഇൻഫെക്ഷൻ വരെ വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവം കൂടെയാണ്. കാരണം അതിൽ ബാക്ടീരിയാസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും തിളപ്പിച്ചോ അല്ലെങ്കിൽ ചൂടാക്കി ഇതുപോലെ എന്തെങ്കിലും കുക്ക് ചെയ്ത് വേണം നമ്മളെപ്പോഴും സ്പ്രോട്ട്സ് കഴിക്കാൻ. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ശർക്കര നല്ലപോലെ ഈ സ്പ്രോട്ട്സിൽ കിടന്ന് നല്ലപോലെ ഉരുക്കി ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അതിലേക്ക് കുറച്ച് പീനട്ട്സ്, നമ്മുടെ കടല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മതി, കുറച്ച് കടല മതി, ഒരു 2-3 സ്പൂൺ നിറച്ചുള്ള കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ലപോലെ ഇതിൽ കിടന്ന് നല്ലപോലെ കുറുകി വരണം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം അത് നല്ലപോലെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റും. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും. ഞാൻ ഇത് സ്ഥിരം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു ഫുഡ് റെസിപ്പി. അപ്പോൾ ഞാൻ ഇനി ലാസ്റ്റായിട്ട് ചേർക്കാൻ പോകുന്നത് പഴമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പഴം ചേർക്കാം. പക്ഷേ തീരെ അങ്ങ് പഴുത്ത് ഉടങ്ങി പോകുന്ന ടൈപ്പിലുള്ള പഴമല്ല വേണ്ടത്. അല്പം പഴുത്ത പഴമാണ് ചേർക്കേണ്ടത്. കാരണം ഇത് മിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേസ്റ്റ് പോലെ ആയിപ്പോവും. നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടണം. അതുകൊണ്ട് ഒരുപാട് പഴുത്ത പഴം ചേർക്കരുത്. ഞാനിതിൽ ഏത്തപ്പഴമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ പഴം കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ച് കട്ടിയുള്ളതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ പഴം കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് കഴിക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു സലാഡ് അല്ലെങ്കിൽ ഒരു മിക്സ് തയ്യാറായിട്ടുണ്ട്. നല്ലപോലെ അത് കുറുകി മിക്സായിട്ട് നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ നല്ല വറ്റിച്ചെടുക്കണം. നമ്മുടെ ഈ ശർക്കര നല്ലപോലെ വറ്റിച്ച് ഈ പഞ്ചാമൃതമൊക്കെ പോലെ തന്നെ നല്ല വറ്റിച്ചെടുക്കണം. കാരണം എന്നാൽ നമുക്കിത് ഏകദേശം ഒരാഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് തീ ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ എന്നും വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതുപോലെ നല്ല വീഡിയോസായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ബൈ.